കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച അതിക്രൂരമായൊരു കൊലപാതകത്തിൻ്റെ വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ അറിഞ്ഞത്. മനുഷ്യരൂപം കൊണ്ട ഒരു കൊടും പിശാചിൻ്റെ അവന് കൂട്ടുന്ന ഒരു രാക്ഷസിയുടെയും ക്രൂരതകൾ, ആ കഥകൾ മാധ്യമങ്ങളോടെ പുറത്തു വരുമ്പോൾ ഞെട്ടലോടെയും അതിലേറെ അറപ്പോടെയും മാത്രമാണ് പൊതുസമൂഹത്തിന് ഇത് കേൾക്കാൻ പോലും സാധിക്കുന്നത്. 1.5 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ അതിഭീകരമായി പീഡനങ്ങൾക്കിരയാക്കി കൊലപ്പെടുത്തിയ അഷ്കർ എന്ന സൈക്കോ ക്രിമിനലിൻ്റെ വാർത്തകൾ അത് പുറത്തു വരുമ്പോൾ ഇരയെ തേടി നടക്കുന്ന ഒരു ദുഷ്ടമൃഗത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത വന്യമായ അത്രത്തോളം ഭീകരതയാണ് ഇവിടെ അരങ്ങേറിയതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത സ്വന്തം വേദനകൾ കരച്ചിലൂടെ മാത്രം പ്രകടിപ്പിക്കാൻ അറിയാവുന്ന ഒരു പിഞ്ചു കുഞ്ഞിനോട് ഈ ക്രൂരത മുഴുവൻ കാണിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഒരു 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ 56 തവണയാണ് ഇയാൾ മാരകമായി മുറിവേൽപ്പിച്ചത്. പലപ്പോഴായി സിഗരറ്റ് വലിച്ചതിന് ശേഷം ആ സിഗരറ്റിൻ്റെ കത്തുന്ന തീ കൊണ്ട് കുഞ്ഞിൻ്റെ പിഞ്ചിമേനിയിൽ ആവർത്തിച്ച് പൊള്ളലേൽപ്പിച്ചു. കുഞ്ഞിൻ്റെ കാൽപാദങ്ങളും കക്ഷവും തീപ്പൊള്ളലുകളാൽ കരിഞ്ഞു കളഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അത്ര കൊണ്ടും ആ പിശാചിൻ്റെ ക്രൂരത അടങ്ങിയിട്ടുമില്ലായിരുന്നു. അവൻ്റെ നെഞ്ചിൽ കൂർത്ത ആയുധം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതും ജനനേന്ദ്രിയം അതിക്രൂരമായി വലിച്ചു കീറുകയും ചെയ്യുന്ന തരത്തിൽ സമാനതകളില്ലാത്ത ഹിംസയാണ് അഴിച്ചുവിട്ടത്. ഒടുവിൽ തൻ്റെ മൃഗീയമായ ആനന്ദം പൂർത്തിയാക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ എടുത്ത് ഭിത്തിയിൽ അതിശക്തമായി അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുഷ്ടനെ തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്ത നാട്ടുകാരുടെ നന്ദിയോടെ മാത്രമേ ഓർക്കാൻ കഴിയുന്നുള്ളൂ എന്ന കാര്യം ഇവിടെ ആർക്കും തർക്കമുണ്ടാകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അതിലൊരു ചേട്ടൻ പറഞ്ഞോട്ടെ, ചേട്ടാ സാറേ ഒരടി കൊടുത്തോട്ടെ, ഒരേ ഒരു അടി, കാരണം എനിക്കും മക്കളുണ്ട്, ഇവൻ അങ്ങനെ വിടുന്നത് ശരിയല്ല. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ നാട്ടുകാർ അതിവൈകാരികമായാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇവിടെ വളരെ തന്ത്രപ്രധാനമായ ഒരു ചോദ്യം ശക്തമായി ഉയർന്നു വരികയാണ്. ഈ കൊടും ക്രിമിനലിനേക്കാൾ വലിയ ദുഷ്ടയല്ലേ ആ കുഞ്ഞിനെ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മ അഖില എന്ന് പറയുന്നവൾ? ഇത്രയും കാലം ഈ സൈക്കോയോടൊപ്പം അല്ലെങ്കിൽ ഈ സൈക്കോപാത്തിനോടൊപ്പം ഒരുമിച്ച് താമസിച്ചപ്പോൾ ഈ ദുഷ്ടൻ്റെ ചെയ്തികൾ അഖില അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്ന കാര്യമാണോ? അയാൾ ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന ആ സൈക്കോ പിശാചാണെന്ന് ഈ സ്ത്രീക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അയാളുടെ ആദ്യ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച് കോമാ സ്റ്റേജിലാക്കി ഉപേക്ഷിച്ച ക്രിമിനലാണ് അഷ്കർ എന്ന വിവരം അഖിലയ്ക്ക് നന്നായി അറിഞ്ഞിരിക്കണം. പല പെൺകുട്ടികളെയും ഇയാൾ കെണിവെച്ച് വീഴ്ത്തി ജീവിതം നശിപ്പിച്ചു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ മുന്നിലുണ്ടായിട്ടും സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ ഇത്തരമൊരു മൃഗത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഈ സ്ത്രീ എന്തിന് നാട് ചുറ്റി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. കുഞ്ഞിൻ്റെ ശരീരത്തിലെ പല വ്രണങ്ങളും പല മുറിവുകളും ആഴ്ചകൾ പഴക്കമുള്ളതും കരിഞ്ഞു വരുന്നതുമായ അവസ്ഥയിലുമായിരുന്നു. അപ്പോൾ ഈ അമ്മ കൂടി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടും അനുവാദം നൽകിക്കൊണ്ടും അല്ലേ ഈ ക്രൂരത മുഴുവൻ അവിടെ സംഭവിച്ചെന്നുള്ള സംശയം 100% ബലപ്പെടുക കൂടിയാണ്. ഒരുപക്ഷേ ഈ പിശാചിനും പിശാചിക്കും അല്ലെങ്കിൽ ഈ സൈക്കോ പെണ്ണിനും തങ്ങളുടെ വൈകൃതമായ സുഖങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ കുഞ്ഞ് ക്രൂരമായി പീഡനമേറ്റ് കരയുന്നത് കേൾക്കണമായിരുന്നിരിക്കണം എന്നുള്ള അഭിപ്രായവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് രോഷത്തോടെ അഞ്ജു പാർവതി എന്നൊരു എഴുത്തുകാരി പറയുന്നത്, അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. എനിക്ക് അവനേക്കാൾ അറപ്പും വെറുപ്പും തോന്നുന്നത് ഈ മനുഷ്യത്വ രൂപം പൂണ്ടു നിൽക്കുന്ന ആ രാക്ഷസിയോടാണ്. അവനെന്ന കൊടും ക്രിമിനലിന് മുന്നിൽ സ്വന്തം ചോരയെ പിച്ച് ചിന്താൻ ഇട്ട് കൊടുത്ത ഈ പിശാച് ദയയുടെ ഒരിറ്റ് കണിക പോലും അർഹിക്കുന്നില്ല. മുറ്റത്തും അകത്തളങ്ങളിലും പാറു നടന്ന് കളിക്കേണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ സ്വന്തം വീടുകളിൽ തന്നെ നിശ്ചലമായി തീരുന്നത് 10 മാസം ചുവന്നവരുടെ ആ കൂട്ടു നിൽക്കുന്നത് കൂടി കൊണ്ടാണെന്ന് കൂടി നമ്മൾ അറിയുമ്പോൾ മാതൃത്വം എന്ന പരിപാവനമായ വാക്കിന് ഇന്ന് ചോരയുടെ ചൂരും ഹിംസയുടെ മുഖവും കൂടി വരുന്നുവെന്ന് കണ്ടറിയേണ്ടിയും പറഞ്ഞറിയേണ്ടിയും വരും. അവിഹിതത്തിൻ്റെ ബലിക്കലിൽ തലചായ്ക്കപ്പെടുന്ന ഒന്നായി മാതൃത്വവും അതുപോലെ ആ അവിഹിതത്തിൻ്റെ ബലിക്കലിൽ തച്ചുടയ്ക്കപ്പെടുന്ന ഒന്നായി കുഞ്ഞുമേനികളും മാറുമ്പോൾ നമുക്ക് ഈ പാതകത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുവാൻ കേരളീയ സമൂഹത്തിനും കഴിയില്ല. സ്ത്രീപക്ഷ നിയമങ്ങളുടെയും സംരക്ഷണത്തിൻ്റെയും പേരിൽ പൊതുസമൂഹം സ്ത്രീകൾക്ക് നൽകുന്ന ചില അമിതമായ പ്രാധാന്യങ്ങളും പരിരക്ഷകളുമാണ് ഇത്തരം അഖിലമാരെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട്. കുടുംബബന്ധത്തെക്കാൾ മൂല്യമുള്ളതാണെന്ന് കാമമെന്ന മിഥ്യാബോധം
പുതിയ തലമുറയിലെ ചില പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളും ഇതിനോടൊപ്പം തന്നെ വരുന്നുമുണ്ട്. സ്വന്തം സുഖത്തേക്കാൾ വലുതല്ല പെറ്റ കുഞ്ഞെന്ന രീതിയിലേക്ക് ചിന്തകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ പഠിച്ചിറക്കിയ ചില ലിബറൽ വാദങ്ങൾ കൂടിയാണ്. ചാബല്യമേ നിന്റെ പേര് സ്ത്രീ എന്ന് ഷേക്സ്പിയർ ഹാംലെറ്റിൽ എഴുതിയത് ഇത്തരം സ്ത്രീകളുടെ മനസ്സിൻ്റെ ആ ചടുലതയെ വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ചാബല്യത്തെ വ്യക്തമാക്കിക്കൊണ്ടാണ്. പുറത്തു വരുന്ന അന്വേഷണ വിവരങ്ങൾ അനുസരിച്ച് അഖില എന്ന സ്ത്രീ ക്രൂരതയുടെയും വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും പ്രതീകമായി മാറുക കൂടിയാണ്. ആദ്യം പ്രണയിച്ച ഒരു പയ്യനുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റൊരു ബന്ധമുണ്ടാക്കുകയും അതിൻ്റെ പേരിലുണ്ടായ അസ്വാരസ്യങ്ങൾ കാരണം ആ പയ്യൻ ജീവനൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്തകളെല്ലാം. തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ സ്വന്തം ജീവനുണ്ടെന്നറിഞ്ഞിട്ടും ജീവിതം പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ ആ പയ്യൻ ഒരുപാട് സങ്കടങ്ങൾ ബാക്കി വച്ചിട്ടാണ് പോയത്. പ്രാരാബ്ദങ്ങൾക്കിടയിൽ പോലും മകളുടെ പ്രസവവും കൊച്ചുമകൻ്റെ വരവും നോക്കിയ അഖിലയുടെ അമ്മയും അമ്മുമ്മയുമുള്ള നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടന്നതുകൂടി. അതിനുശേഷമാണ് നാട്ടിൽ തന്നെയുള്ള ആദ്യ ഭാര്യയെ കൊല്ലാക്കൊല ചെയ്ത അഷ്കറുമായി അഖില പ്രണയത്തിലാകുന്നത്. എല്ലാവരും വിലക്കിയിട്ടും അവൻ മതിയെന്ന് ഉറപ്പിച്ചൊപ്പം പോയ ഈ സ്ത്രീ സ്വന്തം ചോരയെ ഒരു ബാധ്യതയായിട്ടാണ് കണ്ടതുപോലും. ഒടുവിൽ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഈ സൈക്കോപാത്തായ ക്രിമിനലിനെ ഏൽപ്പിച്ച് 3-4 ദിവസം തമിഴ്നാട്ടിലേക്ക് ഡാൻസ് എന്നും കൂത്തെന്നും പറഞ്ഞു പോയ ഒരുത്തിക്ക് കുഞ്ഞെങ്ങനെയെങ്കിലും ഒടുങ്ങിയാൽ മതി എന്ന ചിന്തയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷവും ക്രിമിനൽ കാമുകനെ എങ്ങനെ വെള്ളപൂശി രക്ഷിക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു ഈ സ്ത്രീയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പോലീസിനോട് കള്ളം പറയുകയും കുഞ്ഞിനെ തിരികെ ചോദിച്ച സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്ത അഖില വീട്ടുകാരെക്കാൾ കൂറുകാട്ടിയത് ഈ കാമുകനോടാണ്. 1 മാസമായി കുഞ്ഞിൻ്റെ ശരീരത്തിൽ 51-ലധികം മുറിവുകൾ ഉണ്ടായിട്ടും അത് കണ്ടില്ലെന്നടിച്ച ഇവളെ അമ്മ എന്നോ പെണ്ണെന്നോ പോലും വിളിക്കാൻ കഴിയില്ല. ഇത്തരക്കാർക്ക് മാതൃത്വം എന്നത് സുഖം തേടുമ്പോൾ ഒരു അധിക ബാധ്യത മാത്രമാണ്. ഇനി ഇതിനിടയിൽ ഇവർക്ക് വേണ്ടി മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ടുകൂടി ചിലർ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ രംഗത്ത് വരാൻ സാധ്യതകളുണ്ട്. അവർ അനുഭവിച്ച ട്രോമയെക്കുറിച്ച് പടച്ചിറക്കുന്ന നരേറ്റീവുകൾ വരികയും ചെയ്യും. വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുകയും ചെയ്യും. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാഴാക്കാനുള്ളതല്ല പെണ്ണിൻ്റെ ശരീരമെന്നും സ്വാതന്ത്ര്യമെന്നും പറഞ്ഞ് നീളൻ പോസ്റ്റുകൾ എഴുതുന്ന ചില നാവുകൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത്തരക്കാർക്ക് യാതൊരുവിധ സഹതാപവും നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ അന്തിമമായ തീരുമാനം. ഈ 2 പ്രതികളും പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിയേറ്റ് ചത്തുവെന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ജനവികാരം ഉണ്ടാകുന്നുണ്ട് ഇവിടെ. അതൊന്നും കൂടാതെ ഈ 2 ജന്മങ്ങളും എങ്ങനെയെങ്കിലും ഒന്ന് ചത്തൊടുങ്ങിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനേകം ജനങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലുള്ള പല ക്രിമിനലുകളോടെ മട്ടൻ തിന്ന് കൊഴുത്ത് ജയിൽ റിസോർട്ടിൽ കിടക്കുന്ന ഇന്നും കാണേണ്ടി വരുന്ന ഒരു ഗതികേട് കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. നമുക്കറിയാം ഗോവിന്ദചാമി മുതൽ ഇങ്ങോട്ട് എത്ര കൊടും ക്രിമിനലുകളാണ് അങ്ങനെ കിടക്കുന്നത് എന്നുള്ളത്. ഈ വൈകാരികമായ പ്രതികരണങ്ങളാണ് പൂർണ്ണമായും യോജിക്കുകയും കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ പിശാചുക്കളെ സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അന്വേഷണ മധ്യേ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലണമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവർ നമ്മുടെ നികുതി പണം തിന്ന് സുഖമായി പരോളിലിറങ്ങി വീണ്ടും സുഖജീവിതം നയിക്കുകയും ചെയ്യും. നമുക്കറിയാം ഇതിനു മുന്നേ ഇതുപോലെ വാർത്തകൾ ഇടുന്നതാണ് അനുശാന്തിയും സിനോം മാത്യുമൊക്കെ. അവരൊക്കെ ഇപ്പോഴും അവിടെ തിന്നുകൊടുത്ത് ജയിലിൽ സുഖലോലുപരായി കഴിയുന്ന അവസ്ഥ ഇന്ന് ഈ നാട്ടിനുണ്ടാകുന്നുണ്ട്. നാം ആലോചിക്കണം, അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പോസ്റ്റുകളിടുന്നത്. അതിൽ അമേരിക്കക്കാരനായ ഒരു ജോൺ പറയുന്നത് വലിയ ഗൗരവത്തോടെയാണ് അയാളുടെ എഴുത്തെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷവും സാഹചര്യങ്ങൾ മാറുകയോ പുതിയ കാമുകന് വേണ്ടി കുഞ്ഞിനെ ഒഴിവാക്കേണ്ടി വരികയോ ചെയ്താൽ ദയവായി അവരെ കൊല്ലാക്കൊല ചെയ്യരുതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന 100 കണക്കിന് ദമ്പതികൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്? ആ കാമുകനോ അല്ലെങ്കിൽ കാമുകയോ ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിവില്ലാത്ത തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യവും അവശേഷിക്കുകയാണ് ഇവിടെ. കുഞ്ഞിനെ 2 കൈകളും തല്ലി ഒടിക്കുന്നു, സിഗരറ്റ് കൊണ്ട് പലയിടത്തും പൊള്ളിക്കുന്നു, കുഞ്ഞിനെ ലിംഗത്തിൽ ചർമ്മം പോലും മുറിച്ചു മാറ്റുന്നു. 50-ലധികം പീഡന തെളിവുകളാണ് ആ പിഞ്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തന്നെ കണ്ടത്. തെളിവുകളില്ലാതെ പോയത് എത്രയായിരിക്കും എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനോട് ഒന്ന് കരയാൻ മാത്രം അറിയുന്ന, ഒന്ന് ഉച്ചത്തിൽ വിശക്കുന്നു എന്ന് പോലും പറയാൻ അറിയാത്ത തൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചെന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? ജയിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അവിടെ സുഖമുള്ള കാര്യങ്ങളല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. എങ്കിലും അവർ ജീവിക്കട്ടെ, അവർക്കും ജീവിക്കാൻ അവകാശങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക, അല്ലാതെ പീഡിപ്പിച്ച് കൊല്ലരുതെന്ന് തന്നെയാണ് സകല അമ്മമാരോടും പറയാനുള്ളത്. അഷ്കർമാരും അഖിലമാരുമൊക്കെ ഇനിയും നമുക്കിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോഴും പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാനൊരു പിതാവാണ്, ഒരു 3 വയസ്സായ പൊന്നോമന പുത്രിയുടെ പിതാവാണ്. ആ പിതാവിന് പോലും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ
ഞാനിത് പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാറാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കൈകൾ കാണുമ്പോൾ ചങ്ക് പിടയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുന്നിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴേ നമ്മൾക്ക് ഏത് നാട്ടിലാണ് ജീവിക്കുന്നതെന്നും ആർക്കൊപ്പമാണ് ജീവിക്കുന്നതെന്നും എത്തരത്തിലുള്ള മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. കാരണം ആ പിഞ്ചു കുഞ്ഞ് ഒരു തെറ്റും ചെയ്യാത്ത, ചിരിക്കാൻ മാത്രം അറിയുന്ന അല്ലെങ്കിൽ കരയാൻ മാത്രം അറിയുന്ന ആ കുഞ്ഞിനോട് സ്വന്തം സുഖത്തിന് വേണ്ടി കാണിക്കുന്ന ഈ ക്രൂരതയുണ്ടല്ലോ, ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ അനുഭവിച്ചേ മതിയാവും, അനുഭവിച്ച് തന്നെ പോവുകയും ചെയ്യും. അതിൽ യാതൊരു മാറ്റവും ഇല്ല.